ധനമന്ത്രി ഈ ചൈനയിൽ നിന്നുള്ള നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പിന്തുണയ്ക്കുന്ന സാഹചര്യം പോലെ ഒരു ഘട്ടത്തിൽ വന്നിരുന്നു. അതെ അതെ. അതുപോലെ ഈ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ അവിടെ വെക്കുമ്പോൾ ഈ പ്രൊഡക്റ്റുകൾ ഇനി കയറ്റി അയക്കാൻ പറ്റില്ല, കാരണം ടാക്സ് കൂട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുമായിട്ടൊരു ടൈഅപ്പിലേക്ക് എത്തണം. അങ്ങനെ ടൈഅപ്പിലേക്ക് എത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശിന്റെ ഉപദേശകനായ മുഹമ്മദ് യൂനിസ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഇന്ത്യയുമായിട്ടൊരു നല്ല സൗഹൃദ ബന്ധം ഉണ്ടാക്കേണ്ടത് ഇപ്പോൾ ചൈനയുടെ ആവശ്യമാണ്. മാത്രമല്ല ഇവർ പറഞ്ഞത് ഞങ്ങൾ കുറെ നിക്ഷേപമൊക്കെ നടത്തണമെന്നാണ് ബംഗ്ലാദേശ് പറഞ്ഞത്. പാകിസ്ഥാനിൽ പണ്ട് ഇതുപോലെ പോയി കുറച്ച് നിക്ഷേപമൊക്കെ ചൈന നടത്തി, അതായത് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. അവിടെ നിക്ഷേപം നടത്തിയും അവിടെ ഒരു ഗ്വാദർ എന്ന് പറയുന്ന ഒരു തുറമുഖം ഉണ്ടാക്കുന്നു, തൊട്ടടുത്തൊരു വിമാനത്താവളം ഉണ്ടാക്കുന്നു. പക്ഷെ അവിടേക്ക് ചൈനക്കാർക്ക് കടന്നു ചെല്ലാൻ പറ്റില്ല. കാരണം ആ മേഖല എന്ന് പറയുന്നത് ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പാകിസ്ഥാൻ പ്രവിശ്യയിൽ ഉൾപ്പെട്ടതാണ്. ഈ ബലൂചിസ്ഥാൻ മേഖലയിലുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്രമായി പോകണമെന്നാണ് ആവശ്യം. ഇവർക്ക് പിന്തുണ നൽകുന്നത് ഇന്ത്യയാണ്, റോയാണ്. അപ്പൊ സ്വാഭാവികമായും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ഒരു സായുധ വിഭാഗം ചൈനക്കാരെ കണ്ട അപ്പോൾ വെടിവെച്ചു. പാകിസ്ഥാൻ പട്ടാളക്കാർ അങ്ങോട്ട് ചെന്ന് അവർക്ക് നേരെ ആക്രമണം നടത്തും. അപ്പം വൻതോതിൽ പണം ചൈന അവിടെ നിക്ഷേപിച്ചു, പക്ഷെ ഒരു ഗുണവും അവർക്കുണ്ടായില്ല. അതുപോലെ തന്നെയാണ് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൽ ബംഗ്ലാദേശിൽ പണം നിക്ഷേപിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ പാലം നിർമ്മിക്കാം, റോഡ് നിർമ്മിക്കാം. പക്ഷേ ചൈന സൂക്ഷിച്ച് ചെയ്യുന്നുള്ളൂ. ഒരിടത്ത് പൈസ ഇറക്കിയിട്ട് ഇപ്പം കൈപൊള്ളിക്കുക. അതുകൊണ്ട് ഇനി ബംഗ്ലാദേശിലൂടെ പൈസ ഇറക്കി കൈകൊള്ളാൻ അവർക്ക് താല്പര്യമില്ല.